നല്ല മഴയുള്ള രാത്രി. സമയം പുലർച്ചെ 1 മണിയായിട്ടുണ്ട്. കോഴിക്കൂടിന് മുകളിൽ കെട്ടിയ ടാർപ്പായ മറഞ്ഞു പോയോ എന്ന് നോക്കാൻ ഞാൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഒരു കുടയും എടുത്ത് ഞാൻ പുറത്തെ ലൈറ്റ് ഓൺ ചെയ്തു. കയ്യിൽ ഒരു ടോർച്ചും കരുതി. പുറത്തേക്ക് ഇറങ്ങിയ പാടെ കറണ്ടും പോയി. ഞാൻ കോഴിക്കൂടിന് മേലേക്ക് ടോർച്ചടിച്ച് നോക്കി. കുഴപ്പമൊന്നുമില്ല. ഞാൻ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അലർച്ച പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടത്. അടുത്ത വീട്ടിൽ നിന്നുമല്ല എന്നെനിക്കും ഉറപ്പാണ്. പിന്നെ ഇതെവിടുന്നാണ്? എനിക്ക് തോന്നിയതാണോ? അതോ പറമ്പിൽ വെച്ച കെണിയിൽ വല്ല പന്നിയോ തട്ടി അതിൻ്റെ ശബ്ദമാണോ ഞാൻ കേട്ടത്? ഞാൻ വേഗം തന്നെ അകത്തേക്ക് കയറി. മുറിയിൽ ചെന്ന് അല്പം വെള്ളം കുടിച്ചു. ഞാൻ വീണ്ടും കയറി കിടന്നു. ഉറക്കത്തിലേക്ക് ആണ്ടപ്പോൾ വീണ്ടും ഒരലർച്ച. ഞാൻ ചാടി എഴുന്നേറ്റു. കാതുകൾ കൂർപ്പിച്ച് കേട്ടു. പക്ഷേ പിന്നീട് ആ ശബ്ദം ഞാൻ കേട്ടില്ല. ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. കാലത്ത് അമ്മയോട് ഇക്കാര്യം പറഞ്ഞു. അതെല്ലാം നിൻ്റെ തോന്നലാവും എന്ന് പറഞ്ഞ് അമ്മയത് വിട്ടു. എന്നാൽ ഞാൻ അതേക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട് രാഹുലിൻ്റെ വീട്ടിലേക്ക് ഞാൻ അവനെ കാണാൻ വേണ്ടി പോയി. അവനോട് കാര്യം പറഞ്ഞപ്പോൾ അവനും പറഞ്ഞു ഇതേ ശബ്ദം കുറേ നാളുകൾക്ക് മുൻപ് ഞാനും കേട്ടിട്ടുണ്ട് എന്ന്. ശബ്ദം കേട്ട ഭാഗം ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തുള്ള വലിയ റബ്ബർ തോട്ടമാണ്. അതിനപ്പുറം മുളങ്കാടാണ്, ഫോറസ്റ്റ് ഏരിയ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഭാഗത്തേക്ക് നടന്നു. നല്ല മഴയാണ്. റബ്ബർ തോട്ടത്തിൽ ഇരുട്ട് മൂടിയതുപോലെ. തോട്ടത്തിൻ്റെ അതിർത്തിയിൽ ഞങ്ങളെത്തി. അവിടെ ഒരു വലിയ പാറയിൽ കയറി നിന്നു. പെട്ടെന്ന് ഡാ എന്നൊരു വിളി. നോക്കിയപ്പോൾ ജോമോൻ ചേട്ടൻ. തോട്ടം നോക്കുന്ന ആളാണ്. ഷീറ്റ് അടിക്കുന്ന മെഷീന് കീയിൽ കൊടുക്കാൻ വേണ്ടി വന്നതാണ് പുള്ളി. ഞാൻ പുള്ളിയോട് രാത്രിയിൽ കേട്ട ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു. ആദ്യം പുളു അടിക്കല്ലേ എന്നാണ് പുള്ളി പറഞ്ഞത്. ശേഷം പുള്ളി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കേട്ടത് ശരിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവമാണിത്. അന്ന് ഇവിടെ റബ്ബർ തോട്ടത്തിന് പകരം കശുമാവിൻ തോട്ടമായിരുന്നു. കശുവണ്ടി പെറുക്കാൻ കുറച്ച് പെണ്ണുങ്ങൾ വരുമായിരുന്നു. അന്ന് മുളങ്കാട്ടിൽ കാട്ടുതീ പിടിച്ചു. അന്നേരം മുളകൾ പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ച ഒരു മുള ഈ തോട്ടത്തിലും വന്ന് വീണു. ഇവിടെയും തീ പടർന്നു. തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീയുടെ മേലെ തീ പിടിച്ചു. മൊത്തം കത്തിക്കരിഞ്ഞു പോയി. ആ അലർച്ച ഭയാനകവും വേദനാപൂർണവുമായിരുന്നു. ഇടയ്ക്കൊക്കെ രാത്രിയും ചിലപ്പോൾ പകലും ഈ അലർച്ച കേൾക്കാറുണ്ട്. പണ്ടൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, ജോമോൻ ചേട്ടൻ പറഞ്ഞു. അല്പം നേരം കൂടെ ഞങ്ങൾ പുള്ളിയോട് ഇതേക്കുറിച്ച് സംസാരിച്ചു നിന്നു. ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പിന്നീട് ആ ശബ്ദത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ശബ്ദം ഞങ്ങൾ പിന്നീട് കേട്ടിട്ടേയില്ല. 2012 വിഷ്ണു എന്ന ചെറുപ്പക്കാരന് അയാളുടെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവമാണിത്. ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അനുഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ.